അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 ബുധനാഴ്ച. പാരീസ് ഒളിമ്പിക്സിൽ ചരിത്രം എഴുതി വിനേഷ് ഫോഗട്ട്. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് ഒളിമ്പിക്സിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായി മാറി. ഇന്നലെ നടന്ന സെമിയിൽ ക്യൂബയുടെ യൂസ്നെലിയൻസ് ഗൂസ്പാൻ ലോപ്പസിനെ മലർത്തിയടിച്ചാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തിയത്. ഇന്നലെ തന്നെ നടന്ന പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും ലോക 1-ാം നമ്പറുമായ ജപ്പാന്റെ യു സുസാക്കിയെ 3-2 അട്ടിമറിച്ച് ക്വാർട്ടറിൽ കടന്ന വിനേഷ് യുക്രൈനിന്റെ ഒസ്കാന ലിവാച്ചിനെ തറപറ്റിച്ചാണ് സെമിയിലെത്തിയത്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ USA സാറ ആനാണ് വിനേഷിന്റെ എതിരാളി. നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാവും. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ, സൈനിക ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം. ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയാൻ സൂക്ഷ്മ വായ്പ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് യൂനുസ്. നിലവിൽ വിദേശത്തുള്ള യൂനുസ് സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാത്ത 22 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നലെ സംസ്കരിച്ചു. പുത്തുമലയിലാണ് സംസ്കാരം നടന്നത്. മണ്ണ് മാറ്റി നടത്തിയ തെരച്ചിലിലും ചാലിയാർ പുഴയിൽ നിന്നുമടക്കം ലഭിച്ച തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളാണ് ഇന്നലെ സംസ്കരിച്ചത്. പ്രത്യേക നമ്പർ രേഖപ്പെടുത്തിയ ശേഷമാണ് സംസ്കാരം. വയനാട്ടിലെ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൺറൈസ് വാലിയിലും ഇന്നലെ തെരച്ചിൽ നടന്നു. 81 ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DNA പരിശോധന സ്വകാര്യ ലാബിലും നടത്താമോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും. വെള്ളാർമല സ്കൂൾ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിൽ തന്നെ പുനഃസ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ അന്നു മുതൽ ചൊവ്വാഴ്ച വരെ ലഭിച്ചത് 53 കോടി രൂപയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. വയനാട് ദുരന്തത്തെ സങ്കുചിത താൽപര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിച്ച് വിവരമന്വേഷിച്ചു. കേന്ദ്രത്തിന് വേണ്ടി വിളിച്ച രണ്ടുപേരും എന്ത് സഹായവും നൽകാൻ സന്നദ്ധരാണ് എന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. എന്നാൽ പിന്നീട് ചിലരുടെ നിലപാട് മാറി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിനെ സഹായിക്കുന്നതിന് പകരം അണിയറയിൽ കൊടും ചതിപ്രയോഗം നടത്തുകയാണെന്ന് മന്ത്രി MP രാജേഷ്. വയനാട് ഉരുൾപൊട്ടലിന്റെ പേരിൽ കേരളത്തിനെതിരെ ദേശീയ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര സർക്കാരും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിരവധി വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും സമീപിച്ചുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ദുരന്തത്തിൽ ഒരു നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചുവെന്ന അവാസ്തവം കണ്ണിൽ ചോരയില്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം നിർത്തുന്നതോടെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് മേപ്പാടി സ്കൂളിൽ താൽക്കാലിക പഠനത്തിന് സൗകര്യമൊരുക്കും. 20 ദിവസത്തിനകം ക്ലാസുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് വിതരണം ചെയ്യുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് KSRTCയുമായി ചർച്ച നടത്തും. ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് അധിക സൗകര്യം ഒരുക്കും. കമ്പ്യൂട്ടറുകളിൽ കൈറ്റ് ലഭ്യമാക്കും. ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ.
കേന്ദ്രമന്ത്രി ദുരന്തത്തിന് ഇരയായ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മരിച്ചവർ അനധികൃത കുടിയേറ്റക്കാരാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിന്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയ ധാരണ പോലുമില്ലാതെ കേന്ദ്രമന്ത്രി സംസാരിച്ചുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്നും 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കരുത് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി KSEBക്ക് നിർദ്ദേശം നൽകി. മേപ്പാടി പഞ്ചായത്തിലെ 10, 11 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നീക്കം. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ താമസത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ 27 ക്വാർട്ടേഴ്സുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കും. ഈ റിപ്പോർട്ട് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ വയനാടിനായി ലഭിക്കുന്ന തുക വയനാടിന് നൽകിയാൽ മതിയെന്നും രാഷ്ട്രീയ വിവാദത്തിനില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാടിനായി ലഭിച്ച തുക വയനാടിന് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കേരളത്തിലെ ജനങ്ങളുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്ക പാർലമെന്റിൽ ഉന്നയിച്ച് ഹാരിസ് ബീരാൻ MP. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ആശങ്കയിലാണെന്നും ഈ അവസരത്തിൽ കേന്ദ്രം ഇടപെട്ട് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും ഹാരിസ് ബീരാൻ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തവർക്കും ഈ റിപ്പോർട്ട് പുറത്തുവന്നാൽ ഭീഷണിയുണ്ടെന്ന് ഹൈക്കോടതിയിൽ ഹർജിക്കാരനായ നിർമ്മാതാവ് സജിമോൻ പാറയിൽ. ആരോപണ വിധേയരുടെ ഭാഗം ആരും കേട്ടിട്ടില്ല. പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നവരിൽ പലരുടെയും ആവശ്യം TRP റേറ്റിംഗ് മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചുവെന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്നവർ ഇതുവരെയും അന്വേഷിച്ചിട്ടില്ലെന്നും സജിമോൻ പാറയിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ കേസിൽ പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങരയോട് ഇന്ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാകാൻ ED നോട്ടീസ് നൽകി. 2018 പ്രളയത്തിന് ശേഷമാണ് പറവൂരിൽ VD സതീശൻ MLAയുടെ നേതൃത്വത്തിൽ പുനർജനി പദ്ധതി നടപ്പാക്കിയത്. ഇതിനെതിരെയാണ് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്ന പരാതി ഉയർന്നത്. കേരയിൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ കേരയിൽ വിരുദ്ധ സമരസമിതി കേന്ദ്രത്തെ സമീപിച്ചു. പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന 25,000-ഓളം പേർ ഒപ്പിട്ട ഭീമ ഹർജി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സമർപ്പിച്ചു. സ്പീക്കർ AN ഷംസീറിന്റെ സുഹൃത്തിന്റെ വന്ദേ ഭാരത് എക്സ്പ്രസിലെ അനധികൃത യാത്ര ചോദ്യം ചെയ്ത TTക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ച് റെയിൽവേ. സംഭവം വൻ വിവാദമാകുകയും യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെ അധികൃതർ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്കും ബറ്റാലിയനുകൾക്കുമായി വാങ്ങിയ 117 വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പോലീസ് സ്റ്റേഷനുകൾക്കായി 55 മഹീന്ദ്ര ബൊലേറോ വാഹനങ്ങൾ, മലയോര മേഖലയിലെ പോലീസ് സ്റ്റേഷനുകൾക്കായി 4-wheel ഡ്രൈവുള്ള 2 ജിംനി വാഹനങ്ങൾ, ജില്ലകൾക്കായി 2 മീഡിയം ബസ്സുകൾ, ബറ്റാലിയനുകൾക്കായി 3 ഹെവി ബസ്സുകൾ, 55 ഇരുചക്ര വാഹനങ്ങൾ എന്നിവയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. പാഠപുസ്തകത്തിൽ നിന്നും ഭരണഘടനാ ആമുഖം ഒഴിവാക്കിയ നീക്കത്തിൽ NCERT വിശദീകരണം നൽകി. ഭരണഘടനാ ആമുഖം ഒഴിവാക്കിയെന്ന വാദം തെറ്റാണെന്ന് NCERT വ്യക്തമാക്കി. ആദ്യമായി ഭരണഘടനയുടെ വ്യത്യസ്ത ഭാഗങ്ങൾക്ക് NCERT പ്രാധാന്യം നൽകുകയാണെന്നും ആമുഖത്തിൽ മാത്രമാണ് ഭരണഘടന പ്രതിഫലിക്കുന്നതെന്നത് ഇടുങ്ങിയ വാദമാണെന്നും NCERT പറയുന്നു. തലസ്ഥാനത്തെ നേമം, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു. നേമം ഇനി തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നുമാണ് അറിയപ്പെടുക. പേരുമാറ്റത്തിലൂടെ സ്റ്റേഷനുകളുടെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കർണാടകയിലെ ഷിരൂരിനടുത്ത കുംഡ കടലിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതാകാൻ സാധ്യത കുറവെന്ന് കർണാടക പോലീസ്. കടലിൽ മൃതദേഹം കണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമേയുള്ളൂവെന്നും ഇതുവരെ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു.
തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ കുംഡ CI മൃതദേഹം 3 ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാകാമെന്നും പറഞ്ഞു. സംസ്ഥാനത്തെ ഡ്രൈ ഡേയിലെ മദ്യവിതരണത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്താൻ മദ്യനയത്തിന്റെ കരടിൽ ശുപാർശ നൽകി. 1-ാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല. പകരം മൈസ് ടൂറിസം, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് അനുവദിക്കും. മദ്യവിതരണം എങ്ങനെയാകണമെന്നതടക്കം ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനമോടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടികളുമായി പട്ടാമ്പി പോലീസ്. ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് 30,000 രൂപ വരെ കോടതി പിഴ ചുമത്തും. അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിച്ച് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പരാതി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു. കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ കൊല്ലം നെടുങ്കണ്ട SN ട്രെയിനിംഗ് കോളേജ് മാനേജരായ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി. ഹർജിക്കാരന് ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 4 ആഴ്ചയ്ക്കകം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജഡ്ജി ജോസൻ സിർലിന്റേതാണ് ഉത്തരവ്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇരട്ടിയായെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. 2014 മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 ആയിരുന്നുവെങ്കിൽ ഇന്നത് 731 ഉയർന്നെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് നരേന്ദ്രമോദി സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാനാവില്ലെന്ന് UK. ഷെയ്ഖ് ഹസീനയെ അഭയാർത്ഥിയായി പരിഗണിക്കാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ലെന്ന് UK വ്യക്തമാക്കി. ഹസീന ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം പെട്ടെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. നിലവിൽ ദില്ലിയിൽ തുടരുകയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കുന്നതിൽ പാകിസ്ഥാനും പങ്കെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനുമായ താരിഖ് റഹ്മാൻ പാക് ചാര സംഘടനയായ ISI ഏജന്റുമാരുമായി സംസാരിച്ചുവെന്നാണ് രഹസ്യാന്വേഷണ വിവരം ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് തെളിവുകളുണ്ടെന്നും ബംഗ്ലാദേശ് ഇന്റലിജൻസ് അവകാശപ്പെട്ടു. രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കി. ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ ഉദ്ധരിച്ചാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയടക്കം വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ചെന്ന ആരോപണങ്ങൾക്കിടെയാണ് വിസ പിൻവലിച്ചെന്ന റിപ്പോർട്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ടിം വാൽസിനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കമല ഹാരിസ്. നിലവിൽ മിനസോട്ട ഗവർണറാണ് അദ്ദേഹം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകളുടെ പേരുകളും ജില്ലകളും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ ഫ്രാഞ്ചൈസിക്ക് ട്രിവാൻഡ്രം റോയൽസ്, കൊല്ലം ജില്ലയുടെ ഫ്രാഞ്ചൈസിക്ക് ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പുഴ ജില്ലാ ടീമിന് ആലപ്പി റിപ്പിൾസ്, എറണാകുളം ജില്ലാ ടീമിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ജില്ലാ ടീമിന് തൃശൂർ ടൈറ്റൻസ്, കോഴിക്കോട് ജില്ലാ ടീമിന് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് എന്നിങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷകൾക്ക് നിറം പകർന്ന് ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര. ഇന്നലെ നടന്ന പുരുഷന്മാരുടെ ജാവലിൻ ത്രോ യോഗ്യതാ റൗണ്ടിലെ ആദ്യ ത്രോയിൽ തന്നെ 89.34 മീറ്റർ ദൂരം കണ്ടെത്തിയ നീരജ് ഫൈനലിന് യോഗ്യത നേടി. 84 മീറ്ററായിരുന്നു യോഗ്യതാ മാർക്ക്. അതേസമയം ഈ ഇനത്തിൽ മത്സരിച്ച മറ്റൊരു ഇന്ത്യൻ താരം കിഷോർ ജനയ്ക്ക് ഫൈനലിന് യോഗ്യത നേടാനായില്ല. നാളെയാണ് ഫൈനൽ. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് തോൽവി. ആവേശകരമായ സെമിയിൽ 2-3 ഗോളുകൾക്ക് ജർമ്മനിയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 1 ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത്. വെങ്കല മെഡലിനായി ഇന്ത്യക്ക് മത്സരമുണ്ട്. സ്വന്തം രാജ്യത്ത് തെരുവിലൂടെ വലിച്ചിഴച്ചവൾ ഇന്ന് ലോകം കീഴടക്കാൻ പോകുകയാണ്. ഈ പെൺകുട്ടിയെയാണ് സ്വന്തം രാജ്യത്ത് ചവിട്ടുകയും ക്രൂരമായി വേദനിപ്പിക്കുകയും ചെയ്തത്. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ഗുസ്തി താരം ബജ്രംഗ് പൂനിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ച വാക്കുകളാണിത്. പീഡന ആരോപണ വിധേയനായ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ തലവൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധങ്ങളിൽ മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു വിനേഷ് ഫോഗട്ട്.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.